നമസ്കാരം, എൻ്റെ പേര് വിനി രാജൻ. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻട്രിയിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും SIയുടെ മെയിൻസ് ലിസ്റ്റ് വന്ന വിവരം. അപ്പോൾ നമ്മുടെ എൻട്രി ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിൽ നിരവധി പേരാണ് ഈ മെയിൻസ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ LDC LGSലാണെങ്കിലും എൻട്രി ഗോൾഡിൽ നിന്ന് നല്ലൊരു വിജയമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിലെ പല ഭാഗത്തും നമ്മുടെ LD ക്ലർക്ക് LGS സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നു. അവർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയാൽ ഉടനെ തന്നെ അവരത് ഫോട്ടോ എടുത്ത് നമുക്കത് വാട്സാപ്പിൽ അയച്ചു തരുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷമാണ്. അവരുടെ വിജയത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. മിക്ക കുട്ടികളും അവരുടെ ആദ്യ സാലറി കിട്ടിയപ്പോൾ പോലും തന്നെ നമ്മളെ വിളിച്ചറിയിക്കുകയുണ്ടായി. പ്രിലിംസ് റിസൾട്ട് കഴിഞ്ഞ് മെയിൻസിന് ഏത് കോച്ചിങ്ങിന് പോകുമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരുന്നപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ടൈം മാനേജ് ചെയ്ത് നമുക്കൊരു കോച്ചിങ്ങിന് പോകാൻ പോസിബിൾ അല്ല. അപ്പോൾ ഓൺലൈൻ കോച്ചിങ് എന്നുള്ളതിലൊരു ബെറ്റർ ഓപ്ഷൻ എൻട്രി ആണെന്ന് പറഞ്ഞു കേട്ട് ഞാൻ ഒരു ഗോൾഡൻ ബാച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഗോൾഡൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അവർ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് സെഷൻസും എല്ലാം ആ ഒരു കറക്റ്റ് സ്കീമിൽ നമ്മൾ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കീമായിരുന്നു അവർക്കൊരു ഓരോ ഡേ ഓരോ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് നമ്മൾ മാനേജ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. പോർഷൻസ് എല്ലാം എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം വളരെ ഒരു ഈസി ആയിരുന്നില്ല, എന്നാലും നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോച്ചിങ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻട്രി ആപ്പിനോട് വളരെയധികം നന്ദിയുണ്ട്. ഗോൾഡ് ബാച്ച് കയറിയ ഫസ്റ്റ് ദിവസം തന്നെ വിനി മാമിൻ്റെ നല്ല കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മെൻറ്റർഷിപ്പും നമുക്ക് പഠിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സുകളെല്ലാം ഫുള്ള് സിലബസ് കവേർഡും നല്ലപോലെ കൺസെപ്ച്വലായിട്ടും നല്ലപോലെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ SIയുടെ ലിസ്റ്റിലുണ്ട്. എൻട്രിയുടെ ഭാഗത്ത് നല്ലൊരു ഹെൽപ്പായിരുന്നു. എൻട്രിയിലെ ക്ലാസ്സുകളൊക്കെ വളരെ നല്ല ക്ലാസ്സുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ സാറുമാരാണെങ്കിലും പിന്നെ മോക്ക് ടെസ്റ്റ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബാക്കി എല്ലാ കണ്ടന്റും എൻട്രിയിലുള്ള വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ എൻട്രി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു 1 ഇയറിൻ്റെ അടുത്താവാനായി. അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻട്രി സബ്സ്ക്രൈബ് ചെയ്തേരെ പിന്നെ സാധാരണ യൂട്യൂബിലായിരുന്നു ഞാൻ വീഡിയോ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കാണാറ്. പക്ഷേ എൻട്രി സബ്സ്ക്രൈബ് ചെയ്തേരെ പിന്നെ മെജോറിറ്റി എൻ്റെ വീഡിയോ ക്ലാസ്സസ് എല്ലാം എൻട്രിയിലായിട്ടുണ്ട്. ഇത് കേവലം പൈസ കൊടുത്തുകൊണ്ട് അതിൽ കാണുന്നതല്ല, മറിച്ച് അതിനൊരു ക്വാളിറ്റി, അതായത് നമുക്ക് തരുന്ന ക്ലാസ്സിൻ്റെ ക്വാളിറ്റി അത്രയും വളരെ നല്ല ക്ലാസ്സുകളാണ്. അതാണ് സ്റ്റെക്ക് ഓൺ ചെയ്യാൻ കാരണം. എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും പോർഷൻ തന്ന് ആ ഏരിയകളുടെ പരീക്ഷ നടത്തുന്നത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു പുഷ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം. സ്വന്തമായിട്ട് എല്ലാം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെൻറ്ററുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പുഷ് ഫ്രം ഒരു സൈഡ് ഉണ്ടെങ്കിലാണ് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻട്രി ലേണിംഗ് ആപ്പ് വെച്ച് പഠിക്കാൻ വളരെ ഇഷ്ടവും താല്പര്യവും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഫെമിൻ. ഞാൻ 2021 മുതൽ എൻട്രി ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം സാധാരണ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ 10th അതുപോലെ 12th പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ക്ലാസ് കേട്ടും പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വന്നു. അതുകൊണ്ട് ഡിഗ്രി മെയിൻസിന് പഠിക്കാൻ വേണ്ടി ഗോൾഡ് ബാച്ച് തിരഞ്ഞെടുത്തു. അതിൻ്റെ അകത്ത് നല്ല സപ്പോർട്ടായിരുന്നു, മെൻറ്ററിൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ, പിന്നെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. ലൈവ് ക്ലാസ് പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു, വേറെ ക്ലാസ്സുകൾ ഉള്ളതിനാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിലിടാറുണ്ടായിരുന്നു. അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മെൻറ്ററിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡിഗ്രി പ്രിലിംസ് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റി. അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാമും തന്നെ ക്വാളിഫൈ ആയി. അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ സെക്രട്ടറിയേറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ നേരത്തെ വന്ന SIൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന റിസൾട്ടുകൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. താങ്ക് യു എൻട്രി. എൻട്രിയുടെ ഗോൾഡ് കോഴ്സ് അല്ലെങ്കിൽ മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇപ്പം നമുക്കറിയാം കേരള PSC ഓരോ കോഴ്സിനും ഓരോ പരീക്ഷയ്ക്കും അത് ഓരോ സിലബസ് ആണ് തരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് പരീക്ഷയ്ക്ക് മുന്നേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ അവർക്ക് ഒരു ദിവസം പഠിക്കേണ്ടുന്ന വീഡിയോ ക്ലാസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയും ഉണ്ടായിരിക്കും. PSC പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 45 ഡേയ്സിന് മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു റിവിഷനും കൊടുക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ കുട്ടികൾക്ക് നമ്മളൊരു ലൈവ് സെഷൻ, അതായത് അധ്യാപകരുമായിട്ട് നേരിട്ട് സംവദിക്കാനായിട്ടുള്ള ലൈവ് സെഷനും നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അധ്യാപകരോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡെയിലി പഠിക്കേണ്ടുന്ന ക്ലാസ്, ഡെയിലി സ്റ്റഡി പ്ലാനിൽ ഡെയിലി പഠിക്കാൻ തരുന്ന ക്ലാസ്സുകളോടൊപ്പം തന്നെ അതിനൊരു പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയുടെ ഒരു പ്രോഗ്രസ് കാർഡ് നമ്മൾ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ അവർക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നമ്മളുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാനും അതിലൂടെ അവർക്കൊരു മത്സര വീര്യം ഉണ്ടാക്കാനും ഇത്തരം പ്രോഗ്രസ് കാർഡുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ മെൻറ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണ്, കാരണം അവർ ഇപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഷയത്തിനാണ് ഇവർ പിന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ്, അതായത് ഇപ്പോൾ വീക്കായിട്ടുള്ള ഏരിയയിൽ കൂടുതൽ പ്രാക്ടീസ് സെറ്റ് കൊടുക്കുക, അവർക്ക് അതിന് ലൈവ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. പലരും ഇപ്പോൾ ഈ ഹെൻറി ഗോൾഡ് കോഴ്സിലേക്ക് വരുന്ന പല ഉദ്യോഗാർത്ഥികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഫോഴ്സ് ചെയ്താരെങ്കിലും, അതായത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. കാരണം നമ്മളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ പഠിക്കും. അപ്പോൾ ഈ ഒരു പ്രവണതയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങി ഒരു 4 ദിവസം പഠിക്കും, പക്ഷേ ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു 3-4 ദിവസം ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡെയിലി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതിനാണ് നമ്മൾ ഡെയിലി എക്സാം തരുന്നത്. അപ്പോൾ ഡെയിലി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മെൻറ്റർ വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് കണക്കിൻ്റെയാണ്. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എൻട്രിയിൽ അധ്യാപകരുടെ ലൈവ് സെഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് സാറിനോട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ ഈ ഒരു ഗോൾഡ് കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ എൻട്രി ഗോൾഡിലേക്ക് ചേരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒരു പക്ഷേ പഠനത്തിൽ നിന്നൊന്നും പുറകോട്ട് പോവുകയാണെങ്കിൽ യഥാസമയം മോട്ടിവേഷൻ നൽകി പഴയ പഠനത്തിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനും പരീക്ഷ വരെ അവരോടൊപ്പം കൂടെ ഒരാളുണ്ടാവും. അതാണ് എൻട്രി ഗോൾഡ് മെൻറ്റർഷിപ്പ്. ഇനി നമുക്ക് പരീക്ഷയുടെ കാലഘട്ടമാണ്. നമുക്കറിയാം കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എൻട്രിയോടൊപ്പവും പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.